എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഫിസ്ക്കൽ പോളിസി എന്നുള്ള വിഷയമാണ്. ഏതൊരു വ്യക്തിയും ചോദിച്ചാൽ മാക്രോ എക്കണോമിക്സിന്റെ ഹൃദയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒരു സ്ലൈഡാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഫിസ്ക്കൽ പോളിസി, മാക്രോ എക്കണോമിക്സിന്റെ എസൻസ് ആണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം വന്നത് കെയ്ൻസിന്റെ ഒരു വരവോട് കൂടിയിട്ടാണ്. നമുക്കറിയാം 1929 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ, ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അന്ന് വരെ ഗവൺമെന്റ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമായി ഗ്രേറ്റ് ഡിപ്രഷന്റെ കാലഘട്ടം. അങ്ങനെ വന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ വന്ന പ്രവർത്തനങ്ങളെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസിയുടെ സ്ഥാപകനോ അല്ലെങ്കിൽ പിതാവോ അല്ലെങ്കിൽ അതിന്റെ ആരിൽ നിന്നാണ് ആശയം വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കെയ്ൻസിന്റെ തലയിലേക്ക് അത് വെക്കാനായിട്ട് പറ്റും. അപ്പം ഫിസ്ക്കൽ പോളിസി ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ചില നടപടിക്രമങ്ങളെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഗവൺമെന്റ് കാലത്തിനനുസരിച്ച് ഒരുപാട് നയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് സാമ്പത്തികമാണ്, അല്ലാത്ത നയങ്ങളുണ്ട്. ഇങ്ങനെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന നയങ്ങളെല്ലാം നമുക്ക് ഫിസ്ക്കൽ പോളിസി എന്ന് പ്രധാനമായിട്ട് വിളിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫിസ്ക്കൽ പോളിസി സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്തണം. ഫിസിക്കൽ എന്ന് പല വിദ്യാർത്ഥികളും എഴുതാറുണ്ട്. ഫിസിക്കൽ അല്ല, ഫിസ്ക്കൽ ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ റോളിനെ എടുത്ത് കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് എന്ന് തീർത്ത് പറയുന്ന ഒരു പദം കൂടെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന വാക്ക്. ഇനി ഡെഫിനിഷൻ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെന്റ് എന്നതാണ് അതിന്റെ ഡെഫിനിഷൻ. ഗവൺമെന്റിന്റെ പോളിസികളെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. നേരെ മറിച്ച് മോണിറ്ററി പോളിസി എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആരുടെ പോളിസിയാണ്? മോണിറ്ററി പോളിസി റിസർവ് ബാങ്കിന്റെ നയങ്ങളാണ് മോണിറ്ററി പോളിസി. ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ഫിസ്ക്കൽ പോളിസിയാണ്. ഗവൺമെന്റ് ഇനി എന്ത് നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് നടപടിക്രമങ്ങൾ ഞാൻ ആ ഡെഫിനിഷന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പദം എക്സ്പെൻഡിച്ചർ എന്നാ, കണ്ടുപിടിച്ചോ? എക്സ്പെൻഡിച്ചർ എന്ന പദവും രണ്ടാമത്തെ പദം റവന്യൂ എന്ന പദമാണ്. ഗവൺമെന്റിന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടുണ്ട്. ഗവൺമെന്റ് വരുമാനം വേണം, അല്ലേ? ഗവൺമെന്റ് പ്രവർത്തിക്കണമെങ്കിൽ പൈസ കിട്ടിയേ പറ്റുള്ളൂ. അത് എവിടുന്നാ കിട്ടുന്നത്? ടാക്സിൽ നിന്നൊക്കെ ഗവൺമെന്റ് വരുമാനം കിട്ടും. ടാക്സ് മാത്രമല്ല, നിങ്ങൾ അടയ്ക്കുന്ന ഫീസ്, നിങ്ങളുടെ കോടതി ഫീ, ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ്, ടെസ്റ്റ് ഫീ, ഇങ്ങനെ 100 കണക്കിന് രീതിയിൽ ഗവൺമെന്റ് വരുമാനം. ലോട്ടറി ബിസിനസ് നടത്തി ലാഭം കിട്ടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഗവൺമെന്റ് വരുമാനം കിട്ടുന്നു. ഇതിനെ ഗവൺമെന്റ് റവന്യൂ എന്ന് വിളിക്കുന്നു. ഈ റവന്യൂ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണോ? അല്ല, എന്നും ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇങ്ങനെ ഗവൺമെന്റ് ചെലവാക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം ഗവൺമെന്റിന്റെ ചെലവുകളും എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് കൃത്യമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുന്ന ചില പദ്ധതികളും നടപടിക്രമങ്ങളെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പം നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞാൽ പോളിസി ഓഫ് ദ ഗവൺമെന്റ് വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ. റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ചെലവാണ്. വരവും ചെലവും ഗവൺമെന്റിന്റെ ക്രോഡീകരിക്കുന്ന പദ്ധതികളെയാണ്, പ്രോഗ്രാമുകളെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഫിസ്ക്കൽ പോളിസിയെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാൻ പറ്റും. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് ഓർ ബിൽഡ് ഇൻ ഫിസ്ക്കൽ പോളിസി. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് ഓർ ബിൽഡ് ഇൻ ഫിസ്ക്കൽ പോളിസി. ആ വാക്ക് ഒന്ന് നിങ്ങൾ കീറി മുറിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള സാധനം അതിനകത്ത് കിട്ടും. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക് ആയിട്ട് ഗവൺമെന്റ് തന്നെ അതിനൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് പ്രശ്നം പരിഹരിച്ചോളും, ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റേബിൾ ആക്കിക്കോളും. ബിൽഡ് ഇൻ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ബിൽഡ് ഇൻ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അകത്തുണ്ട് സാധനം, അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ബിൽഡ് ഇൻ ആണ്. അപ്പൊ എന്താണ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ബിൽഡ് ഇൻ ഫിസ്ക്കൽ പോളിസി എന്നാൽ എന്തെന്ന് പറഞ്ഞുതരാം. ഗവൺമെന്റ് പുതുതായിട്ട് ബഡ്ജറ്റ് കൂടിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ചില നയങ്ങളൊന്നും രൂപപ്പെടുത്തുന്നില്ല. മറിച്ച് ഗവൺമെന്റ് തന്നെ പറയാണ് ഞങ്ങൾ ചില പദ്ധതികൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും എന്നത് നേരത്തെ മുൻകൂറായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഡ്യൂറിങ് ഡിപ്രഷൻ, രാജ്യം ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ രാജ്യത്തിന്റെ അകത്ത് ഒരു ഡിമാൻഡും ഇല്ല, ആളുകളുടെ കയ്യിൽ പണമൊന്നുമില്ല. ആസ് അൺഎംപ്ലോയ്മെന്റ് റൈസസ്, തൊഴിലില്ലായ്മ ഭയങ്കര ശക്തമായിട്ട് വർദ്ധിക്കുകയാണ്. ആളുകളുടെ വരുമാനം ഉണ്ടോ? ഇല്ല. ഇൻകം ഡിക്ലൈൻസ്, വരുമാനവും ഇല്ല. ആസ് എ റിസൾട്ട് ടാക്സ് ഓഫ് ദ ഗവൺമെന്റ് ഡിക്ലൈൻസ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ടാക്സ് വല്ലതും കിട്ടുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? ഡിപ്രഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് എന്താണ്
ഓട്ടോമാറ്റിക്കായിട്ട് ഗവൺമെന്റിന് വരുമാനം കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ? ഗവൺമെന്റ് വരുമാനം ടാക്സിൽ നിന്നാണ് കിട്ടേണ്ടത്. ടാക്സ് അടയ്ക്കാനായിട്ട് ആളുകളുടെ കയ്യിൽ പണം ഉണ്ടോ? ഇല്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തൊഴിലില്ലായ്മ ഉണ്ടാകുന്ന ഡിപ്രഷനിൽ വരുമാനം കുറയുന്നു, ഗവൺമെന്റിന്റെ വരുമാനവും ടാക്സും കുറയുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ ചെലവാക്കുന്നത് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ? ഓൺ ദി അതർ ഹാൻഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റൈസസ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അണ്ടർസ്റ്റുഡ് ആണ്. അല്ലാതെ ഗവൺമെന്റ് പുതുതായിട്ടൊരു സാധനം കൊണ്ടുവന്നൊന്നുമല്ല അല്ലേ? ഗവൺമെന്റ് പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവന്നല്ല. ഒരു മോശപ്പെട്ട കാലയളവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? തൊഴിലില്ല, ആളുകളുടെ പണമൊന്നുമില്ല, ഗവൺമെന്റിന് വരുമാനവും ഇല്ല. പക്ഷേ ഗവൺമെന്റ് ആ സമയത്ത് കൂടുതലായിട്ട് ചെലവാക്കും. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നതിനെയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ ബിൽഡ് ഇൻ സ്റ്റെബിലൈസേഴ്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് രണ്ടാമത് ഞാൻ കൊണ്ടുവന്ന വാക്ക് ഡിസ്ക്രീഷണറി ഫിസ്ക്കൽ പോളിസി എന്നാണ്. ഡിസ്ക്രീഷണറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഗവൺമെന്റ് ഒരു ഇന്നത്തെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു നിയമസഭ സമ്മേളനം കൂടിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, നാളെ മുതൽ ടാക്സ് കൂട്ടുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഗവൺമെന്റ് വരുമാനം കൂട്ടാൻ വേണ്ടി ടാക്സ് കൂട്ടുകയാണ്. നാളെ ഞങ്ങൾ റോഡിന് വേണ്ടി ഇത്ര രൂപ മാറ്റിവെക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഗവൺമെന്റ് മനഃപൂർവ്വം ചില പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഇനിഷ്യേറ്റഡ് ബൈ ദ അതോറിറ്റിയാണ്. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിലൂടെയോ ഒരു നിയമസഭാ സമ്മേളനത്തിലൂടെയോ ബഡ്ജറ്റ് സമ്മേളനത്തിലൂടെയോ ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങളെ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം എടുക്കുന്ന തീരുമാനങ്ങളെയാണ്, പദ്ധതികളെയാണ് നമ്മൾ ഡിസ്ക്രീഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. മറ്റേത് അണ്ടർസ്റ്റുഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ പോകൂ ഗവൺമെന്റ് എന്നത് നമുക്ക് മനസ്സിലാകുന്നു എന്നതുകൊണ്ട് നമ്മൾ അതിനെ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്നോ ബിൽഡിംഗ് സ്റ്റെബിലൈസർ എന്നോ വിളിക്കും. ഇവിടെ വരുമ്പോൾ നമ്മൾ അതിനെ ഡിസ്ക്രീഷണറി ഫിസ്ക്കൽ പോളിസി എന്നാണ് വിളിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസിയിലേക്ക് പോവാണ്. ഇതൊക്കെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി, എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി കൊണ്ടുവരുന്നു എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, എക്കണോമിക് ഗ്രോത്ത്, രാജ്യത്തിന്റെ വികസനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി നമ്മൾ പറയേണ്ടത് എങ്ങനെ വികസനം സാധിക്കുന്നു എന്നാണ്. ചെലവ്, വരുമാനം എന്ന രണ്ട് കാര്യങ്ങൾ വെച്ച് ഗവൺമെന്റ് എങ്ങനെയൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റുന്നു എന്നതാണ്. ഞാൻ ഓരോ സ്ലൈഡിലും വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. കേൾക്കുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാവുന്നത്. ഗവൺമെന്റ് സപ്പോസ് കൂടുതൽ ചെലവാക്കിയാൽ, ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണം എല്ലാം ചെലവാക്കിയാൽ എന്ത് സംഭവിക്കും? റോഡ് വരും, മെഡിക്കൽ കോളേജുകൾ വരും, പാലങ്ങൾ വരും, സ്കൂളുകൾ വരും, കോളേജുകൾ വരും. എന്ത് സംഭവിക്കും? രാജ്യത്തിന്റെ അകത്ത് വികസനം ഉണ്ടാകുമോ ഇല്ലയോ? വികസനം ഉണ്ടാകും അല്ലേ? ഗവൺമെന്റ് ചെലവാക്കുമ്പോൾ രാജ്യത്തിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? രാജ്യത്തിന്റെ അകത്ത് പുരോഗതിയേ വരത്തുള്ളൂ. അപ്പം ഫിസ്ക്കൽ പോളിസിയിലൂടെ ഗവൺമെന്റ് ചെലവാക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ അകത്ത് പുരോഗതി വരും. ഫിസ്ക്കൽ പോളിസി ഉപയോഗിച്ച് ഗവൺമെന്റ് ടാക്സ് പിടിക്കുകയാണെങ്കിലോ, നിങ്ങളുടെയൊക്കെ പൈസ എടുത്തിട്ട് ടാക്സ് പിടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉപഭോഗം കുറയും അല്ലേ? പക്ഷെ ഗവൺമെന്റിന് ആ കിട്ടുന്ന വരുമാനം വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നല്ല നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തെന്ന് വരാം അല്ലേ? നല്ല വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. ഓക്കെ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. അപ്പം ഗവൺമെന്റ് ടാക്സ് ഒക്കെ കൃത്യമായ രീതിയിലൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്രോഡീകരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ ടാക്സ് ഒക്കെ ചിലപ്പോൾ ഗവൺമെന്റ് നിക്ഷേപമായിട്ട് വരും, രാജ്യത്തിന്റെ അകത്തത് പുരോഗതിക്ക് കാരണമാകുന്നു. അപ്പോൾ അതാണ് ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെയും പോയിന്റുകളിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന ആശയമാണ്. എല്ലാവർക്കും തൊഴിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? രാജ്യത്തിനകത്ത് ജോലികൾ വേണം അല്ലെ? ജോലികൾ വേണമെങ്കിൽ എന്ത് വേണം? സ്ഥാപനങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. സ്ഥാപനങ്ങൾ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രൈവറ്റുകാരെ കൊണ്ട് സ്ഥാപനങ്ങൾ കൊണ്ടുവരുത്തണം അല്ലെ? അപ്പം അവർ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് സബ്സിഡി കൊടുക്കണം, ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ചെലവാക്കുന്നതിനനുസരിച്ച് ഇരിക്കും എന്താണ്? ആ രാജ്യത്തിന്റെ അകത്ത് തൊഴിലുണ്ടോ, തൊഴിലില്ലായ്മയുടെ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ചെലവ് നയങ്ങളുമായിട്ട് ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ചേർന്ന് കിടക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം രാജ്യത്തിന്റെ അകത്ത് തൊഴിലുണ്ടാവണമെങ്കിൽ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇറങ്ങി ചെലവാക്കിയാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, ജോറായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് ആണ് ലക്ഷ്യമെങ്കിൽ ഫിസ്ക്കൽ പോളിസി കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റണം. പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന വാക്ക്, അപ്പോൾ ഇത് അല്പം ചിന്തിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി. അപ്പം പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വില സ്റ്റേബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? വില കൃത്യമായിട്ടിരിക്കുക, കൂടുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല. കൂടുക എന്ന് പറഞ്ഞാൽ അതിനുപയോഗിക്കുന്ന പദം എന്താണ്?
ഇൻഫ്ലേഷൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. കുറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം എന്താണ്? ഡിഫ്ലേഷൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പം കൂടാതും കുറയാതും നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആർക്ക് പറ്റുന്നു എന്ന് ചോദിച്ചാൽ ആർക്ക് പറ്റുന്നു? ഗവൺമെന്റിന് സാധിക്കുന്നു. എങ്ങനെയാണ് ഗവൺമെന്റിന് സാധിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഗവൺമെന്റ് എങ്ങനെയാണ് പ്രൈസസ് സ്റ്റേബിൾ ആക്കുന്നത്? ഉദാഹരണം പറയാം, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. രാജ്യത്തിന്റെ അകത്തെ സാധനങ്ങളുടെ വില കൂടുന്നു എന്ന് വിചാരിക്കുക. രാജ്യത്തിന്റെ അകത്തെ എല്ലാ വസ്തുക്കളുടെയും വില കൂടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ വീണ്ടും സാധനങ്ങൾ വാങ്ങാൻ ചെന്നാൽ വീണ്ടും സാധനങ്ങളുടെ വില കൂടുമോ കുറയുമോ? വീണ്ടും കൂടത്തേ ഉള്ളൂ, അല്ലേ? നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്, വീണ്ടും അങ്ങ് നിങ്ങൾ വാങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ കൈവശമൊക്കെ ആവശ്യത്തിന് പണമുണ്ട് എന്ന് ഇരിക്കുക. നിങ്ങൾ വീണ്ടും ചിലവാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും കൂടും, വില കുറയത്തേ ഇല്ല. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നറിയാവോ? വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുന്നറിയോ? ടാക്സ് റേറ്റ് അങ്ങ് ഉയർത്തും. ടാക്സ് റേറ്റ് ഉയർത്തുമ്പോൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന പണം എങ്ങോട്ട് പോകും? ഗവൺമെന്റിലേക്ക് പോകും, ഇൻകം ടാക്സ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റുമോ ഇല്ലയോ? ചെലവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വില പതുക്കെ കുറയും. കാരണം നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള നിങ്ങളുടെ ശേഷി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ക്രമേണ വില താഴേക്ക് വരും. അപ്പം നോക്കിക്കേ, വില നിയന്ത്രിക്കാൻ ഗവൺമെന്റ് ചെയ്തത് എന്താണ്? ടാക്സ് റേറ്റ് കൂട്ടി. വില കുറയ്ക്കണമെങ്കിലോ വില കൂടുന്ന സമയത്താണ് ഗവൺമെന്റ് ടാക്സ് റേറ്റ് കൂട്ടുന്നത്. വില കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് കുറയ്ക്കും. അപ്പൊ നിങ്ങളുടെ കൈവശമൊക്കെ പണം ഉണ്ടാവും, നിങ്ങൾ അത് ചെലവാക്കും, സാധനങ്ങൾ വാങ്ങും, വില ക്രമേണ ഉയരാൻ പറ്റും. അങ്ങനെ ടാക്സ് ഉപയോഗിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അകത്തെ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്, ഗവൺമെന്റ് ഒരുപാട് നീതി അല്ലെങ്കിൽ തുല്യത ഉറപ്പാക്കാൻ വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ഗവൺമെന്റ് റേഷൻ കട വഴി സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും സാധനങ്ങൾ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യാനായിട്ടുള്ള ഫണ്ട് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി ഉപയോഗിച്ച് ടാക്സ് കളക്ട് ചെയ്തിട്ട് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഗവൺമെന്റ് ഒരുപാട് തുല്യത ഉറപ്പാക്കാനായിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. ലാസ്റ്റത്തെ ഒരു പോയിന്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇക്വിലിബ്രിയം എന്ന പദമാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ബന്ധമാണ്. രാജ്യത്തിന്റെ എക്സ്പോർട്ട് കൂടുകയാണെങ്കിൽ നല്ലത്, രാജ്യത്തിന് ഇമ്പോർട്ടാണ് കൂടുതലെങ്കിൽ അത് മോശമാണ്, അല്ലേ? അപ്പൊ എക്സ്പോർട്ട് കൂട്ടാനായിട്ട് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നറിയാവോ? നിങ്ങൾ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ട സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യും, നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് വേണ്ട സബ്സിഡികൾ തരും, സ്ഥാപനങ്ങൾ തുടങ്ങാൻ ടാക്സ് ഫ്രീ ആക്കും. ഇതെല്ലാം ഗവൺമെന്റ് ചെയ്തു തരും. എന്തിനു വേണ്ടിയാ? എക്സ്പോർട്ട് കൂടിയാൽ രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉയരും. അപ്പോൾ അങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഫിസ്ക്കൽ പോളിസി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈസസ് സ്റ്റേബിൾ ആകാൻ, എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തുല്യത അല്ലെങ്കിൽ നീതി ഉറപ്പാക്കാൻ വേണ്ടി, എല്ലാവർക്കും തൊഴിൽ ലഭ്യമാകാൻ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് കൃത്യമായിട്ട് ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഫിസ്ക്കൽ പോളിസി? 2 ടൈപ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി നമ്മൾ ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തു. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഇന്ന് ഡിസ്കസ് ചെയ്തു. താങ്ക് യു.